ഇന്നലെ KPCCയുടെ ആഹ്വാനം അനുസരിച്ച് 3 മേഖലാ ജാഥകൾ ഇന്നലെ ആരംഭിച്ചു. അത് കാസർഗോഡ് നിന്ന് ഞാനും, തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ അടൂർ പ്രകാശും, പാലക്കാട് നിന്ന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷുമാണ് നയിക്കുന്നത്. ഇന്ന് ബെന്നി ബെഹന്നാൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വാസ സംരക്ഷണ യാത്ര മൂവാറ്റുപുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല, കാരണം പബ്ലിക് മീറ്റിങ്ങിൽ പ്രസംഗിക്കാനുള്ളത്. പക്ഷെ ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അഡീഷണൽ DGP മുതൽ SI വരെയുള്ളൊരു പോലീസുകാരുടെ ഒരു നേതൃത്വത്തിനെയാണ് ചുമതലയേൽപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഹൈക്കോടതിയുടെ ജഡ്ജി തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ കേരളത്തിലൊരു അനുഭവം, ഈ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അഡീഷണൽ DGP മുതൽ SI വരെയുള്ളവരൊക്കെ മുഖ്യമന്ത്രിയുടെ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ റിപ്പോർട്ട് അവർ ഹൈക്കോടതിക്ക് നേരിട്ട് കൊടുത്താൽ പോലും മുഖ്യമന്ത്രിയുടെ ഇംഗിതത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് പീഡനങ്ങളാണ്. അതിൻ്റെ 2 ഉദാഹരണങ്ങളാണ്. ശ്രീ യോഗേഷ് ഗുപ്തയുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും നൽകാതെ അദ്ദേഹത്തിനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു സാഹചര്യം. രണ്ടാമത്തത് ഡോക്ടർ അശോകിനെ കൃഷി വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് പോലും അദ്ദേഹത്തിന് ഒരു അപ്രധാന കോർപ്പറേഷൻ്റെ ചെയർമാനും MD ആക്കി മാറ്റാൻ കാരണം കേര കൃഷിയുടെ വികസനത്തിന് വേൾഡ് ബാങ്ക് നൽകിയ തുക വകമാറ്റിയെന്ന് പുറത്തറിയിച്ചു എന്ന് പറഞ്ഞില്ല. സത്യത്തിൽ അദ്ദേഹത്തിന് ഒരു പങ്കുമില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥലം മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും 2 തവണ സ്ഥലം മാറ്റി. ഇപ്പോൾ അത് സ്റ്റേയിൽ നിൽക്കുക. ഇപ്പോൾ യോഗേഷ് ഗുപ്തയുടെയും ഡോക്ടർ അശോകിൻ്റെയും അനുഭവങ്ങൾ നോക്കുമ്പോൾ ശ്രീ വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം എന്ത് റിപ്പോർട്ട് നേരിട്ട് ഹൈക്കോടതിന് കൊടുത്താലും അത് റിപ്പോർട്ട് ഫേവറബിൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസിൽ അവരെ പിന്നീട് മുഖ്യമന്ത്രി ഉപദ്രവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഒരു റിസ്ക് എടുക്കുമെന്ന് സംശയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ CBI എൻക്വയറി വേണമെന്ന് പറയുന്നത്. അതായത് CBIക്ക് സ്വതന്ത്ര അന്വേഷണമല്ല, ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടാവണം. ഇപ്പോൾ അതാണ് ഇത് സംബന്ധിച്ചൊരു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് പത്രമാധ്യമങ്ങളിൽ കണ്ട വാർത്തകൾ ഞാനിവിടെ പറയാൻ കാരണം ഞങ്ങളത് സാധാരണ പബ്ലിക് മീറ്റിങ്ങിൽ ശബരിമലയുടെ വിഷയം മാത്രമേ സംസാരിക്കാറുള്ളൂ, മറ്റനുബന്ധ രാഷ്ട്രീയം പറയാറില്ല. പക്ഷെ ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടത് 2023 ഫെബ്രുവരി മാസത്തിൽ മുഖ്യമന്ത്രിയുടെ മകന് ED അയച്ച നോട്ടീസ് അപ്രത്യക്ഷമായതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ ഇന്ന് പത്രമാധ്യമങ്ങളിൽ കണ്ടു. അതിൽ പറയുന്നത് നോട്ടീസ് ഇഷ്യൂ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയതാണ്. സാധാരണ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന മുഖ്യമന്ത്രിമാർ ഇന്ത്യ സഖ്യത്തിലാണെങ്കിൽ പിടിച്ച് അകത്തിടുന്ന ED വളരെ ഉദാരമായ സമീപനം സ്വീകരിച്ചു ഒരു മുഖ്യമന്ത്രിയുടെ മകനോട്. ഇത് ചേർത്ത് വായിക്കുമ്പോൾ 2023 ഫെബ്രുവരിയിലാണ് EDയുടെ നോട്ടീസ്. 2023 മെയ് മാസത്തിലാണ് RSSലെ ദത്താത്രേയ ഒസബോളയുടെ തൃശ്ശൂർ സന്ദർശനം. ആ സന്ദർശനത്തിലാണ് ADGP അജിത് കുമാറുമായിട്ടുള്ള സംഭാഷണം. ആ സംഭാഷണത്തിൻ്റെ പരിണതഫലമാണ് തൃശ്ശൂർ വോട്ടർ പട്ടികയിൽ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ ചേർത്തതും UDF ഒബ്ജക്റ്റ് ചെയ്തിട്ട് പോലും ആ പല വോട്ടുകൾ അതേപടി നിലനിന്നതും ഒക്കെ അതിനെ തുടർന്നുള്ള സംഭവങ്ങളാണ്. ഏതായാലും BJP അവിടെ വിജയിച്ചു.
LDF UDF തോറ്റു. അതിനുശേഷം പിന്നെ ED നോട്ടീസിനെ കുറിച്ച് ഒരു വിവരവുമില്ല. നോട്ടീസ് അയച്ചവരൊക്കെ സ്ഥലവും മാറ്റി. അപ്പോൾ ഈ ED നോട്ടീസ് അയച്ചത് മുതൽ സുരേഷ് ഗോപിയുടെ വിജയം വരെ ചേർത്ത് വായിക്കുമ്പോൾ ED നോട്ടീസ് BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള ഒരു നോട്ടീസായിരുന്നു എന്നാണ് ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിലറിയേണ്ടത് ആ നോട്ടീസ് ഇപ്പോഴും പിൻവലിച്ചതായിട്ട് രേഖയില്ല. ഒരിക്കൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് എൻക്വയറി നടത്താതെ അത് സ്റ്റോപ്പ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താ? നോട്ടീസ് അയച്ചവർക്ക് അറിഞ്ഞുകൂടാ, അതിനൊരു സ്ഥലം മാറിപ്പോയി. പുതിയതായിട്ട് വന്നവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഇതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടൊരു അഭിപ്രായം ഇനി ED ഭാഗത്തുനിന്നാണ് ഉണ്ടാവുന്നത്. എന്തിന് നോട്ടീസ് അയച്ചു? ഞങ്ങളാരും മുഖ്യമന്ത്രിയുടെ മകനെക്കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹത്തിനെക്കുറിച്ച് ഇപ്പോൾ ലാവ്ലിൻ കേസിനെ സംബന്ധിച്ചാണ് നോട്ടീസ് അയച്ചത് പറയുന്നു. ഞങ്ങൾക്കും മാധ്യമങ്ങളിൽ കൂടെ അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ആക്ഷേപം വന്നതിന് ശേഷമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അത് മുഖ്യമന്ത്രിയുടെ മകനോ മകളോ ബിസിനസ് ചെയ്യുന്നതിനൊന്നും ആർക്കും ഒരു ഒബ്ജക്ഷനുമില്ല. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ ED എല്ലായിടത്തും BJP ഏജൻറ്റുമാരായി കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കുമ്പോഴാണ് ഒരു BJP ഇതര മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകന് കൊടുത്ത നോട്ടീസ് പോലും ആവിയായി പോയതെന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്.